ഏറെ നാളത്തെ ആവശ്യത്തിനൊടുവിൽ വടകര ലിങ്ക് റോഡിൽ നിന്നും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റി. വടകര നഗരത്തിൽ നടപ്പിലാക്കുന്ന ഗതാഗത നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് പുതിയ പരിഷ്കാരം. കൊയിലാണ്ടി ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റിയത്. ദീർഘകാലമായി പയ്യോളി കൊയിലാണ്ടി ഭാഗത്തേക്കുള്ള ബസ്സുകൾ ലിങ്ക് റോഡിൽ നിന്നാണ് സർവീസ് നടത്തിയിരുന്നത്. നേരത്തെ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തിയ ബസ്സുകൾ ലിങ്ക് റോഡിലേക്ക് മാറ്റിയത് വ്യാപാരികൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർപേഴ്സൺ PK ശശിയുടെ നേതൃത്വത്തിൽ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വ്യാപാരി പ്രതിനിധികൾ, ബസ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരുടെ യോഗം ചേർന്നിരുന്നു. ഈ തീരുമാനപ്രകാരമാണ് ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ലിങ്ക് റോഡിൽ നിന്നും ബസ്സുകൾ ഒഴിവാകുന്നതോടെ പൂർണ്ണമായും മറ്റ് ഗതാഗതത്തിന് ഉപയോഗിക്കാനാകും. ലിങ്ക് റോഡിൽ നിന്നും സർവീസ് നടത്തുന്ന ബസ്സുകൾ തിങ്കൾ മുതൽ മാർക്കറ്റ് റോഡ് വഴിയാണ് പഴയ സ്റ്റാൻഡിലേക്ക് എത്തിയത്. മാർക്കറ്റ് റോഡിൽ ഇതോടെ ഗതാഗത കുരുക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നും ചരക്കിറക്കുന്ന ലോറികൾ രാവിലെ 9 മുമ്പായി ചരക്കിറക്കി പോകണം. റോഡരികിൽ വാഹനം പാർക്ക് ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട്. മാർക്കറ്റ് റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയിട്ട് പോകുന്നവർക്കെതിരായും നടപടി സ്വീകരിക്കും. സ്വകാര്യ ബസ്സുകൾ പഴയ സ്റ്റാൻഡിൽ നിന്നും പഴയതുപോലെ സർവീസ് ആരംഭിച്ചത് സ്റ്റാൻഡിന് ഉണർവായിട്ടുണ്ട്. പഴയ പ്രതാപത്തിലേക്ക് പഴയ സ്റ്റാൻഡ് തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് മതിയോ? പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,